ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തു എന്നാണല്ലോ. ലോണ് കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? മുഖ്യമന്ത്രി പറഞ്ഞത് പിന്നീട് ആരാഞ്ഞ വിവരങ്ങൾക്കെല്ലാം വിശദീകരണം നൽകുകയും ചെയ്തു എന്നാണ്. പക്ഷെ താങ്കൾ ഈ പറയുന്ന മിനിങ്ങാന്ന് പാർലമെന്റിൽ കൊടുത്ത മറുപടിയിൽ, ഹൈബി ഈഡന് കൊടുത്ത മറുപടിയിൽ പറയുന്നത് അങ്ങനെയല്ലല്ലോ. പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതിന് വ്യത്യസ്തമായി ഞാൻ പറഞ്ഞ വാചക മറുപടിയിൽ ഇല്ലെങ്കിൽ അങ്ങ് തിരിച്ചു പറഞ്ഞോളൂ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അനുമതിയെ നൽകിയിട്ടില്ലാത്തതുകൊണ്ട് ഈ പദ്ധതി വൈകുന്നതിനെ പറ്റിയുള്ള ചോദ്യം പോലും ഉദിക്കുന്നില്ല എന്നാണ് റെയിൽവേ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പറയുന്നത് അനുമതി കിട്ടും? ശരി, ഇനി മുഖ്യമന്ത്രിയുടെ വിശ്വാസം അനുമതി കിട്ടുമെന്ന് തന്നെ ഇരിക്കട്ടെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എപ്പോൾ കിട്ടുമെന്ന ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി വേണ്ടേ? അവരുടെ ഭൂമി ഇപ്പോൾ ശ്രീമതി റോസ്ലിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെ അനിശ്ചിതാവസ്ഥയിൽ എത്ര കാലം ഈ കുടുംബങ്ങൾക്ക് തുടരാൻ കഴിയും? ഇവിടെയാണ് നിഷ സെലക്റ്റീവ് ആയത്. എന്താണ് സെലക്റ്റീവ് ആയത്? ശബരി റെയിൽവേക്ക് 30 കൊല്ലമായിട്ട് ഒരു അരക്ഷിതാവസ്ഥയിൽ യാതൊരു നിശ്ചയമില്ലാതെ ആളുകളുടെ സ്ഥലത്ത് കുറ്റിയടിച്ച് ഒരു റെയിൽവേ സ്റ്റേഷൻ പണിത് ഇട്ടേച്ച് പോയിട്ട് 30 കൊല്ലമായി. 30 കൊല്ലമായിട്ട് ഇങ്ങനെ ഇട്ടേച്ച് പോയ ഒരാളോടും നിങ്ങൾ ആരും ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? 30 കൊല്ലം നടപ്പാക്കാത്ത കേന്ദ്രത്തിനെ സഹായിക്കാൻ നിങ്ങൾ ചെയ്യുന്ന വാദം എന്താണ്? കോൺഗ്രസിനെ സഹായിക്കാൻ ചെയ്യുന്ന വാദം എന്താണ്? നിങ്ങളുടെ പാർട്ടിയെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണോ കരുതുന്നത്? 30 വർഷം മുമ്പ് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാനാണോ പുതിയ പുതിയ സർക്കാരുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അത് നിഷ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചു പോയ ദേശീയപാത വികസിപ്പിച്ച പിണറായിയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. എന്നിട്ട് ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചു പോയ കേരയിൽ, ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചു പോയിട്ടുള്ള ഗെയിൽ പൈപ്പ് ലൈനിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. വേണ്ട, കൂടംകുളം പവർ ഹൈവേ. ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചു പോയ പദ്ധതികൾ നടപ്പാക്കിയ പിണറായി സർക്കാരിനെ കുറിച്ച് നിഷയുടെ ആക്ഷേപമില്ലല്ലോ. നേരെയുള്ള ചോദ്യമാണ് ശ്രീമതി റോസ്ലിനെ പോലുള്ളവർ ഉന്നയിക്കുന്നത്. ഈ പദ്ധതി സംബന്ധിച്ച അനിശ്ചിതത്വം എപ്പോൾ തീരുമെന്നതിന് നേരെ ഒരു ഉത്തരം കേരള സർക്കാരിനുണ്ടോ? ഉണ്ട്, കൃത്യമായ ഉത്തരവുണ്ട്. കൃത്യമായ ഉത്തരവ് എന്താന്ന് വെച്ചാല്, ഇന്ന് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്ത ഞാൻ വായിച്ചു. വാർത്ത എന്താണ്? അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ ഗുജറാത്തിലെ വിജയത്തിന് നരേന്ദ്രമോദിയെ സഹായിച്ചു. ഞാൻ രാവിലെ വായിച്ച വാർത്തയാണ്. അതിനൊന്നും ഇല്ലേ? ഇപ്പൊ തീവണ്ടിപ്പാത കൊണ്ടിരുന്നത് ആളുകൾ പിന്തുണയ്ക്കുന്ന കാര്യമായിട്ടാണ് മലയാള മനോരമ ഇന്ന് എഴുതിയത്. അത് അതിവേഗ തീവണ്ടിപ്പാതയാണ്, അത് നന്നായി എന്നാണ് എഴുതിയത്. ബാക്കി പറ. വേറൊരു വാർത്ത ഞാൻ കണ്ടത്, ചെന്നൈയിൽ നിന്നും അതിവേഗ തീവണ്ടിപ്പാതയുടെ പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അതിന് താങ്കൾ പറഞ്ഞത് ഗുജറാത്തിലെ ജനങ്ങൾ മോദിയെ, BJP വീണ്ടും വിജയിപ്പിച്ചതിനു ശേഷം എന്ന് പറഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ LDF-നെ കേരളത്തിലെ ജനം വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകും എന്നാണോ? ഞാൻ പറഞ്ഞത് ഇങ്ങനെ പദ്ധതി കൊണ്ടിരുന്നത് നാട്ടിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്ന് ഇന്ന് രാവിലെ പത്രത്തിൽ വായിച്ച കാര്യം ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായമല്ല പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോകുന്നു. ഇത് എപ്പോ നടക്കും? ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു കാലതാമസത്തിനൊരു സമയം ഉണ്ടായിരുന്നു. എന്താണ് സമയം? ദേശീയപാതയ്ക്ക് കുറ്റിയിട്ടിട്ട് 25 കൊല്ലായി. 25 കൊല്ലക്കാലം കഴിഞ്ഞ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി വരികയും കല്ലായി കിടന്നിടത്ത് കല്ല് ഒരു അഹല്യക്ക് ശാപമോക്ഷം കിട്ടിയ പോലെ ഈ പിണറായി വിജയന്റെ കാലത്ത് അത് റോഡായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. അതുപോലെ ഇത് കല്ലായി കിടക്കുന്നൊരു പദ്ധതി ഞങ്ങൾ ഉണ്ടാക്കില്ല. ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു, ഉമ്മൻചാണ്ടി ഇട്ട കല്ല്, കരുണാകരൻ ഇട്ട കല്ല്, UDF-കാരിട്ട കല്ല്, UPA സർക്കാർ ഇട്ട കല്ല്, അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി ഈ കോട്ടയം വഴിയുള്ള തീവണ്ടിപ്പാത ഇരട്ടിപ്പിച്ചില്ലേ? ഇപ്പൊ ആലപ്പുഴ വഴിയുള്ള തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കല്ലേ? പുതിയ തീവണ്ടിപ്പാത നമുക്ക് വേണ്ടേ? അതിന് സ്ഥലം വേണ്ടേ? അവിടെ ഒന്നും
ചോദ്യം വളരെ നേരെയുള്ളതാണ്. ഈ സിൽവർ ലൈനിൽ വിഴിഞ്ഞത്തെ കുറിച്ച് പറയുന്നു. ഇല്ലില്ല, മാടപ്പള്ളിയിലെ മാത്രം റോസിലൊന്നുമല്ല, കേരളത്തിന്റെ പലയിടങ്ങളിലും തെക്ക് മുതൽ വടക്ക് വരെ ഇത് സംബന്ധിച്ച് ജനങ്ങൾ ഉന്നയിക്കുന്ന ആശങ്ക താങ്കൾക്കറിയാം. താങ്കൾ ആ ചോദ്യത്തിലേക്ക് വരാതിരിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റു അതിഥികളിലേക്ക് പോവുകയാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അല്ലല്ല, മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറയുകയാണ് ഈ പദ്ധതി വരുമെന്ന്. ഒരു ചോദ്യം എന്താണ് ശ്രീ അനിൽകുമാർ? ഒരു കാര്യം നിഷ, ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം പറഞ്ഞിട്ട് പോവാ. ഒറ്റ കാര്യമുള്ളൂ. ഈ കേരളയിലെ 100% ഷെയറിലെ 51 ഞങ്ങളുടേതാ, 49 കേന്ദ്രത്തിൻ്റെതാ. 49 ചോദ്യങ്ങളുടെ ഉത്തരം കേന്ദ്രം പറയണം. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. 51 ചോദ്യങ്ങളുടെ ഉത്തരം ഞങ്ങൾ പറയും. ഞങ്ങളും കേന്ദ്രം കൂടെ സംയുക്തമായ ഒരു പദ്ധതി കൊണ്ടുവരുന്നു. ഒരു നിമിഷം ശ്രീ അനിൽകുമാർ, എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. റെയിൽ കോർപ്പറേഷൻ അത് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടി താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള ഒരു കോർപ്പറേഷനാണ്. നമ്മുടെ ചോദ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സിൽവർ ലൈൻ എന്ന പദ്ധതിയെ കുറിച്ചാണല്ലോ. ആ കാര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നിലപാട് താങ്കൾ ചോദിക്കുന്നതെങ്കിൽ കേന്ദ്രത്തിന്റെ നിലപാട് അവർ ആവർത്തിച്ച് പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞിട്ടില്ല. ഈ പദ്ധതിയെ കുറിച്ച്, ഈ പദ്ധതിക്ക് അന്തിമാനുമതി സംബന്ധിച്ച് ഒരു തീരുമാനവുമായിട്ടില്ല. DPR അപൂർണമാണ്. ചോദിച്ച ചോദ്യങ്ങൾക്ക് കേരള കോർപ്പറേഷൻ മറുപടി നൽകിയിട്ടില്ല. സാങ്കേതിക വശങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പദ്ധതിയുടെ മറ്റു കാര്യങ്ങളെ കുറിച്ച് കരുതുകയുള്ളൂ. മാത്രവുമല്ല, റെയിൽവേ മന്ത്രി ഒരുപക്ഷെ അനുമതി നൽകിയേക്കില്ല എന്നതിന് സൂചനയായി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. റെയിൽവേയുടെ ഭൂമി വിട്ടു നൽകണം, അത് പിന്നീട് റെയിൽവേ വികസനത്തിന് തടസ്സമാകും. നിരവധി കിലോമീറ്ററുകൾ ഇത് റെയിൽപാതയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്നതുകൊണ്ട് വീണ്ടും റെയിൽവേയുടെ വികസനങ്ങൾക്ക് തടസ്സമാകും. ഇങ്ങനെയെല്ലാമുള്ള ആശങ്കകൾ, സംശയങ്ങൾ റെയിൽവേയുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ് എന്ന് താങ്കൾ ഈ പറയുന്ന പാതി ഷെയറുള്ള ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തീവണ്ടിപ്പാതകളുടെ സർവേ എങ്ങനെയാണ് നടക്കുന്നത്? തീവണ്ടിപ്പാതകളുടെ സർവേ നടക്കുന്നത് അലൈൻമെന്റ് ഫിക്സ് ചെയ്തിട്ട് പോവുകയാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. ആ സർവേ നടക്കുന്നിടത്ത് ചെയിൻ വലിച്ച ഗവേഷണം നടത്തി പോവാണ്. ആ സർവേ എന്ന് പറയുന്ന ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട കാര്യമല്ല. കേരളയിൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സർവേയുടെ ഭാഗമായി അവരാവശ്യപ്പെട്ട വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഏതെങ്കിലും പ്രത്യേക വിവരങ്ങൾ ഇനിയും വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് എഴുതിയാൽ അത് കൊടുക്കാൻ കേരള കോർപ്പറേഷൻ കഴിയും. നമുക്കൊരു ചർച്ചയിൽ തീരുമാനിക്കപ്പെടാവുന്ന കാര്യമല്ല. അതെ, അവിടെയാണ് ഉത്തരം പറയുന്നത്. ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇനി ഇതെല്ലാം കാര്യങ്ങൾ പോരാ, മറ്റൊരു കാര്യം ശ്രീ അനിൽകുമാർ. റവന്യൂ മന്ത്രി പറയുന്നു ഒരു തടസ്സവുമില്ല. പക്ഷെ സാധാരണക്കാർക്ക് അനുഭവവേദ്യമാകുന്നത് അതല്ല. നേരത്തെ ശ്രീമതി റോസ്ലിൻ പറഞ്ഞതുപോലെ ആ സ്ഥലം ആർക്കും വേണ്ട എന്നുള്ള ഒരു വിഷയം. മറ്റൊന്ന്, സ്ഥലം ഈട് വെച്ച് വായ്പ എടുക്കാൻ ബാങ്കുകാർ തയ്യാറാവുന്നില്ല. അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെന്നിട്ട് ശബരി റെയിൽപാത ആയതുകൊണ്ട് സ്ഥലം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബരി റെയിൽപാതയ്ക്ക് അലൈൻമെന്റ് റൂട്ടില് ഇതുവരെ നിഷേധിച്ചായിട്ട് നമ്മളാരും കേട്ടില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, 30 കൊല്ലമായിട്ട് ശബരി റെയിൽപാതയ്ക്ക് കുറ്റിയിട്ടിട്ടുണ്ട്. ആ കുറ്റിയിട്ടെടുത്ത് നിങ്ങൾ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ മഞ്ഞക്കുറ്റികളുമായി പോയ സ്ഥലങ്ങളിൽ എവിടെയും ആളുകൾക്ക് ഈ സ്ഥലം വീട് വെച്ച് വായ്പ എടുക്കാൻ പറ്റുന്നില്ല. എവിടെ പോണു? വെള്ളം കുടി. ആളുകൾ സ്ഥലം വാങ്ങാൻ വരുന്നില്ല. സിൽവർ ലൈനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ ശബരി റെയിൽപാതയെ കുറിച്ച് പറയുന്നത്? അതെങ്ങനെയാണ് കൃത്യമായ ഉത്തരമാകുന്നത്? കൃത്യമായ ഉത്തരം വേണ്ടത് സിൽവർ ലൈനിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്തെ കുറിച്ചാണ്. ശബരി റെയിൽപാതയും സിൽവർ ലൈനും എല്ലാം തീവണ്ടിപ്പാതയാണ്. തീവണ്ടിപ്പാതയ്ക്ക് കുറ്റിയടിച്ച അനുഭവം ശബരി റെയിൽപാതയിൽ ഉണ്ട്. 30 കൊല്ലമായി കുറ്റിയടിച്ച് കിടക്കുന്നു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് ഏത് കടലാസിന്റെ മേലെയാണ് കോൺഗ്രസ്സുകാർ പോയി കുറ്റിയടിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ആ കുറ്റിയടിച്ച് ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ബാങ്ക് ശബരി റെയിൽപാത ഉള്ളിടത്ത് ലോൺ കൊടുത്ത് വിലക്കിയിട്ടില്ല. അത് വിൽപ്പന വിലക്കിയിട്ടില്ല. എന്തോ എങ്ങനെ
അതേ കാര്യമാണ് കേരളയിൽ ഉള്ളിടത്തും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോൺഗ്രസുകാർ കുറ്റിയടിച്ച എന്താണോ ശബരിമല ശബരിമല റെയിൽപാതയുടെ റെയിൽപാതയ്ക്ക് കാര്യമല്ല 30 കൊല്ലമായിട്ട് നിങ്ങൾ കേരളത്തിലെ കുറ്റിയടിച്ച സ്ഥിതി. സിൽവർ ഒരു ലൈനിന്റെ പരാതി കാര്യത്തെ ഇല്ലല്ലോ. കുറിച്ചാണ് ചോദ്യം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.